നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അരയാക്കണ്ടിപ്പാറയിലെ പകൽവീട്ടിൽ നടന്ന പരിപാടി അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറുന്നതോടുകൂടി പ്രായഭേദമന്യേ രോഗങ്ങൾക്ക് അടിപ്പെടുന്നതായാണ് കണ്ടുവരുന്നതെന്ന് അജീഷ് പറഞ്ഞു. പുതുതലമുറ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ അടിമപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. വീടുകളിൽ രക്ഷിതാക്കൾ കുട്ടികൾ പറയുന്ന കാര്യം ചെവികൊള്ളണം, ഇല്ലെങ്കിൽ ചെവി കൊടുക്കാൻ വേറെ ആൾക്കാർ ഉണ്ടാകും. അങ്ങനെ വന്നാൽ കുട്ടികൾ ലഹരിക്ക് അടിമയാവുകയും ക്രമേണ ലഹരി വിൽപ്പനക്കാരനായി മാറുമെന്നും അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് പറഞ്ഞു. ഒന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഇവിടെ വന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീടുകളിൽ കുട്ടികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മളൊരു സ്കൂളിലേക്ക് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പോകുന്ന വഴി അല്ലെങ്കിൽ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആ കുട്ടി ബസ്സിൽ പോകുമ്പോൾ ഓരോ കുട്ടികളോട് സംസാരിച്ച കാര്യങ്ങൾ, ആ കുട്ടികളുടെ വിശേഷങ്ങൾ നമുക്ക് അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ചെവി കൊടുക്കണം. നമ്മൾ പ്രായമുള്ളവരായാലും രക്ഷിതാക്കളായാലും ഈ കുട്ടികൾ പറയുന്ന കാര്യം നമ്മൾ ചെവി കൊടുക്കണം. ചെവി കൊടുക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ചെവി കൊടുത്തില്ലേ വേറെ ആരെങ്കിലും ചെവി കൊടുക്കും. അപ്പോൾ കുട്ടികൾ മറ്റൊരു രീതിയിലേക്ക് വളരാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മളോട് കുട്ടികളെ പിന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളും അങ്ങനെ തന്നെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറയുന്ന കാര്യത്തിൻ്റെ അളവ് കുറക്കും. പിന്നെ മെല്ലെ നിങ്ങളോട് പറയാതിരിക്കും. അത് സ്വാഭാവികം നടക്കുന്നതാണ്. അത് നമ്മൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരയാക്കണ്ടിപ്പാറയിലെ പകൽവീട്ടിൽ നടന്ന വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ പി റിൻഷ ക്ലാസ് എടുക്കുകയും വയോജനങ്ങൾക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള സംശയ നിവാരണവും നടത്തി. ആയുർവേദത്തിന് അഷ്ടാംഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കായ, ബാല, ഗ്രഹ, ഊർധ്വാംഗ, ശല്യ, ദംഷ്ട്ര, ജര, വൃഷ. അതിൽ ഈ ജര എന്ന് പറയുന്ന ജര ആയുർവേദം, അതിലാണ് നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരുടെ ചികിത്സയും. അതിൽ പ്രധാനമായിട്ട് പറയുന്ന രസായന തന്ത്രം, രസായനത്തിനെ കുറിച്ച്. രസായനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ഈ രസായന ചികിത്സ എന്ന് പറയുന്നത് ഏജിങ്, ഈ പ്രായം കൂടുന്നത് ആ പ്രോസസ്സിനെ ഡിലേ ചെയ്യാൻ, അതായത് പതുക്കെ പെട്ടെന്ന് പ്രായമാവാതെ പതുക്കെ പ്രായമാവുക. അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറക്കുക, അത് വരാതിരിക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മരുന്നുകൾ സേവിക്കാൻ പറ്റും, മരുന്ന് മാത്രമല്ല ആഹാരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് പി ലക്ഷ്മണൻ, ജില്ലാ സെക്രട്ടറി UP ശ്രീവത്സൻ, സംസ്ഥാന പ്രസിഡന്റ് കൊറ്റിയത്ത് സദാനന്ദൻ, സംസ്ഥാന സെക്രട്ടറി പി മോഹനൻ, EVJ നമ്പ്യാർ, രമാജി നമ്പ്യാർ, പി സുമതി, കെ ദിവാകരൻ, ക്യാപ്റ്റൻ PC രത്നാകരൻ, പ്രസന്ന രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.